ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണകുമാർ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വേ പ്രോട്ടീനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വേ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ നിന്നൊരു വേ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി പറയുക ആൻഡ് ഒപ്പം എന്തിനാണ് നിങ്ങൾ വേ പ്രോട്ടീൻ എടുക്കേണ്ടത്, വേ പ്രോട്ടീൻ റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ. അതാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ അടുത്തുള്ളത് ബീസ്റ്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വേ പ്രോട്ടീനാണ്. ഇത് നിങ്ങൾ ചില ആൾക്കാർക്ക് അറിയായിരിക്കും. ഒരു യൂട്യൂബർ ഉണ്ട്, ഒരു ഹിന്ദി യൂട്യൂബർ, ഗൗരവ് തെനേജ അങ്ങനെ എന്തോന്ന് പേര്. പുള്ളി സ്റ്റാർട്ട് ചെയ്ത ബ്രാൻഡാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ബീസ്റ്റ് ലൈഫ്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ സപ്ലിമെന്റ്സിനൊന്നും വലിയ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യാറില്ല. നമ്മൾ ആകെ കൂടി വേ പ്രോട്ടീൻ, ഒമേഗ 3 പോലുള്ള കുറച്ച് സപ്ലിമെന്റ്സ് മാത്രമേ സജസ്റ്റ് ചെയ്യാറുള്ളൂ. അതിൽ വേ പ്രോട്ടീൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറ്റിനകത്ത് പ്രോട്ടീൻ നോർമലി ഫുഡിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം വേ പ്രോട്ടീൻ പോലുള്ള സപ്ലിമെന്റ്സ് എടുക്കാനാണ് നമ്മൾ പറയാറുള്ളൂ. അതിനകത്ത് ഒരു മാറ്റമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് പ്രൊഡക്റ്റ് റിവ്യൂസും ചെയ്യേണ്ടി വരാറില്ല. ഇന്നിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ വേ പ്രോട്ടീനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് അനിമൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീനാണ്. അനിമൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻ മാത്രമേ നമുക്ക് എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ്സും ഉള്ള ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. പയറിലും പരിപ്പിലും സോയിലും എല്ലാം പ്രോട്ടീൻ ഉണ്ട്. പക്ഷേ ഈ പ്രോട്ടീൻ ഒന്നും കംപ്ലീറ്റ് അമിനോ ആസിഡ് പ്രൊഫൈലുള്ള ക്ലാസ് എ അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ അല്ല. നമുക്ക് മസിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ തന്നെ വേണം. അങ്ങനെ നോക്കുമ്പോൾ വേയും അതിനകത്തൊരു ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണ്. അത് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേ പ്രോട്ടീൻ്റെ ഒരു ബെനിഫിറ്റ്. നമുക്ക് ബീഫ് അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ എഗ്സ് ഇതൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പാടായിരിക്കും. രാവിലെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കാനുള്ള സമയം കിട്ടത്തില്ല. ബിസി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേ പ്രോട്ടീൻ പോലുള്ള ഒരു സപ്ലിമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്കൂപ്പ് എടുക്കുന്നു, വെള്ളത്തിലോ പാലിലോ മിക്സ് ചെയ്യുന്നു, ഷെയ്ക്ക് ചെയ്യുന്നു, കുടിക്കുന്നു, പോകുന്നു. സോ അവിടെ നമുക്ക് ഒരു 30 ഗ്രാം സ്കൂപ്പിൽ നിന്ന് ഏകദേശം 25 ഗ്രാമോളം പ്രോട്ടീൻ എളുപ്പത്തിൽ കിട്ടി. അപ്പോൾ ഒരു കംപ്ലീറ്റ് അമിനോ ആസിഡ് പ്രൊഫൈലുള്ള ഒരു ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് വേ പ്രോട്ടീൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ വരുന്ന കാര്യമാണ് ഇത് ഫാസ്റ്റ് അബ്സോർബിങ്. ബാക്കിയുള്ള എല്ലാ ഫുഡുകളും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഇതൊരു സപ്ലിമെന്റ് ഫോമുല ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഫോമുല ആയതുകൊണ്ട് ബോഡിക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പക്ഷെ ഒരു പോസിറ്റീവ് സൈഡിൽ നോക്കുമ്പോൾ പെട്ടെന്ന് ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതൊരു ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ പോലെയും മസിൽ ബിൽഡിങ്ങിനെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും. വെയിറ്റ് മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒത്തിരി അധികം സഹായിക്കും. കാരണം ഇപ്പോൾ നിങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്ട്രിക്ട്ലി തന്നെ പ്രോട്ടീൻ മെഷർ ചെയ്ത് നിങ്ങളുടെ ഡയറ്റ് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ പറ്റും. കാരണം മെഷർമെന്റ് ഭയങ്കര ഈസിയാണ്. അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് കിട്ടുന്ന സാധനവും വളരെ പ്രോപ്പറായിട്ടുള്ള രീതിയിലായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ വേ പ്രോട്ടീനിന്റെ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത് അതിന്റെ കൺവീനിയൻസ് തന്നെയാണ്. അതല്ലാതെ നത്തിങ്, ഇതിനകത്ത് വേറൊരു മാജിക് ഇൻഗ്രീഡിയൻറ്റോ മസിൽ വളരാനായിട്ടില്ല. നിങ്ങൾ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ കഴിച്ചാൽ അതിൻ്റെതായ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. വേ പ്രോട്ടീൻ ഒരു ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ സപ്ലിമെന്റ് മാത്രം. ഇനി ഈ വേ പ്രോട്ടീൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് നമുക്ക് നോക്കാം. ഏതൊരു പ്രൊഡക്റ്റ് എടുത്താലും അതിൻ്റെതായ നെഗറ്റീവ്സും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതൊരു മിൽക്ക് പ്രൊഡക്റ്റ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ഇത് പാലിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ ലാക്ടോസ് എന്ന് പറയുന്ന സംഭവം ഇതിനകത്ത് ഉണ്ടാവും. ഇത് വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ആണ്. ഇതിന് ലാക്ടോസ് പ്രൊപ്പായിട്ട് അതിനകത്തുണ്ട്. അപ്പോൾ വേ പ്രോട്ടീൻ തന്നെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ബേസിക് ആണ്. വേ പ്രോട്ടീൻ വരുമ്പോൾ വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് വരും, ഐസൊലേറ്റ് വരും, ഹൈഡ്രോളിസേറ്റ് വരും. കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആ പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന ഫസ്റ്റ് ഫോമാണ്. അതിനകത്ത് ലാക്ടോസ് ഉണ്ടാവും. അപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാരുണ്ടല്ലോ, ലാക്ടോസ് കൊണ്ട് ഗട്ട് ഇഷ്യൂസ് ഉണ്ടാവുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് അത്രയ്ക്ക് നല്ലതല്ല. പക്ഷെ ലാക്ടോസിന്റെ പ്രോബ്ലംസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ലാക്ടോസ് ഇഷ്യൂ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേ പ്രോട്ടീൻ ഐസൊലേറ്റ് വേണം ചൂസ് ചെയ്യാനായിട്ട്. ഇതിന് ഏകദേശം 2400 2500 ആ റേഞ്ചാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഐസൊലേറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് 3000 എബോവ് ആവും റേറ്റ് വരുമ്പോഴത്തേക്ക്. അപ്പോൾ പ്രൈസ് റേഞ്ചിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ദെൻ ഗട്ട് ഇഷ്യൂസ് സ്റ്റിൽ പല ആൾക്കാർക്കും പലതരത്തിലുള്ള സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഗട്ട് ഇഷ്യൂസ് വരാറുണ്ട്. അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന സ്വീറ്റ്നറോ അല്ലെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള കോമ്പൗണ്ട് അല്ലെങ്കിൽ സബ്സ്റ്റൻസുകൾ പല ആൾക്കാരിലും ഗട്ട് ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ട്രയൽ ചെയ്ത് നോക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത് നോക്കുക.
ദെൻ അതിനുശേഷം യൂസ് ചെയ്യുക. ഇപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഗട്ട് ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന് മുമ്പത്തെ പല ബ്രാൻഡുകളും ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം എനിക്ക് ഗട്ട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ഞാൻ വരാത്ത പ്രൊഡക്റ്റുകളുടെ എല്ലാം റിവ്യൂ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഗട്ട് ഇഷ്യൂസ് വരാത്തൊരു പ്രൊഡക്റ്റ് ആണ് എനിക്ക്. ഓക്കെ, ദെൻ വേ പ്രോട്ടീൻ്റെ വേറൊരു നെഗറ്റീവ് വരുന്നതാണ് ഇതിന്റെ പ്രൈസ് റേഞ്ച്. ഓൾറെഡി ഞാൻ വില പറഞ്ഞു, 2400 2500 റേഞ്ച് വരുന്നത്. ഇതിനകത്ത് 26 സെർവിങ് ആണുള്ളത്. അപ്പോൾ 2500 രൂപ വെച്ച് നോക്കുമ്പോൾ 26 സെർവിങ്ങിന് എത്ര രൂപയാകുമെന്ന് നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കുക. അപ്പോൾ ഒരു സ്കൂപ്പിന് അത്രയും വില വരും. ആ പൈസയ്ക്ക് മുട്ട വാങ്ങിക്കുന്നതാണോ ലാഭം എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് മുട്ട വാങ്ങിക്കുന്നതാണ് ലാഭം. അത് അടുത്ത നെഗറ്റീവ് ആയിട്ട് നമുക്ക് വേ പ്രോട്ടീൻ്റെ പറയാം. വോൾ ഫുഡാണ് എപ്പോഴും നമുക്ക് കൂടുതൽ ബെറ്റർ ഓപ്ഷൻ. നിങ്ങളൊരു മുട്ട വാങ്ങിച്ച് കഴിക്കുവാണ് ഈ സെയിം പ്രൈസിന് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് പ്രോട്ടീൻ മാത്രമല്ല കിട്ടുന്നത്, അതിനകത്ത് നിന്ന് നല്ല ഹൈ ക്വാളിറ്റി ഫാറ്റ് കിട്ടും, വൈറ്റമിൻസ് കിട്ടും, മിനറൽസ് കിട്ടും, എല്ലാം ദ ബെസ്റ്റ് ഫോമിൽ നമുക്ക് കിട്ടും. അത് ഒരു വലിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് വോൾ ഫുഡിന്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ. യെസ്, ഇതിനകത്ത് ചില പ്രൊഡക്റ്റുകളിലൊക്കെ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ആഡഡ് ആയിട്ടുണ്ടാവും. നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് എക്സ്ട്രാ ആഡഡ് ആയിട്ട് വൈറ്റമിൻസും മിനറൽസും ഒന്നുമില്ല, ജസ്റ്റ് പ്രോട്ടീൻ സപ്ലിമെന്റ് മാത്രമാണ്, വേറെ ഒന്നും ആഡഡ് ഇല്ല. അപ്പോൾ പല പ്രൊഡക്റ്റുകളിലും ഉണ്ടാവാറുണ്ട്. എന്നാൽ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് പറ്റുന്ന നല്ല ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർ ഫോമിലാണോ എന്നുള്ളതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ റിയൽ ഫുഡിനകത്ത്, എസ്പെഷ്യലി ആനിമൽ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡിനകത്ത് നിന്ന് കിട്ടുന്നത് നമ്മുടെ ബോഡിക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫോമിലാണ്. അപ്പോൾ അത് ഇതുപോലുള്ള സപ്ലിമെന്റ്സിന്റെ ഒരു നെഗറ്റീവാണ്. നെക്സ്റ്റ് നെഗറ്റീവ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ അല്ല, പല പ്രൊഡക്റ്റുകളുടെയും സൈഡിലേക്ക് നോക്കുമ്പോഴത്തേക്കും വളരെ പ്രൈസ് ലോ ആയിട്ട് നമുക്ക് വേ പ്രോട്ടീൻ ഇന്നത്തെ മാർക്കറ്റിൽ കിട്ടും. 1200 മുതൽ അല്ലെങ്കിൽ 1500 മുതലൊക്കെ കിട്ടും. അതിനകത്തേക്ക് വരുമ്പോഴത്തേ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന വേ പ്രോട്ടീൻ ഒരു ഹൈ ക്വാളിറ്റി വേ പ്രോട്ടീൻ ആണോ എന്നുള്ളതാണ്. ഈ വേ പ്രോട്ടീനിലേക്ക് വരുമ്പോഴും അതിനകത്ത് വേ പ്രോട്ടീൻ എഴുതിയിട്ടുണ്ടെങ്കിലും ആ ഉള്ള സാധനം വേ പ്രോട്ടീൻ തന്നെയാണോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനൊന്നും പറ്റില്ല. പല ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെയും പ്രൊഡക്റ്റുകൾ ബാഡ് ആണെന്നും ലാബ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പലതരത്തിലുള്ള ബാഡ് സബ്സ്റ്റൻസുകൾ അതിനകത്ത് ഉണ്ടെന്നും ഇപ്പോൾ റീസെൻ്റ്ലി പല ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് എപ്പോഴും കുറച്ച് പ്രൈസ് കൂടുതൽ കൊടുക്കാൻ റെഡിയാണ്, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള സപ്ലിമെന്റ്സിനെ ആശ്രയിക്കാവൂ. ചീപ്പായിട്ടുള്ള സപ്ലിമെന്റ്സ് ചിലപ്പോൾ വാങ്ങിച്ചാൽ വേ പ്രോട്ടീൻ എന്ന് പറഞ്ഞ് തരുന്നത് ചിലപ്പോൾ വേ പ്രോട്ടീൻ ആവണമെന്നില്ല. നമ്മുടെ ഇവിടുത്തെ ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്ട്രിക്റ്റ് ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിനേക്കാളും ബെറ്റർ ഫുഡ് തന്നെ വാങ്ങിച്ചു കഴിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ഓവറായിട്ട് നമ്മളിതിനെ ഡിപ്പെൻഡൻ്റ് ആയി പോകുന്നത്. അതായത് സപ്ലിമെന്റ് മാത്രമാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് റിയൽ ഫുഡ് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കുറഞ്ഞു പോകും. നിങ്ങൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം വേ കഴിച്ചാൽ, ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ബ്രോ എനിക്ക് 3 നേരം വേ അല്ല 2 നേരം വേ എടുത്താൽ കുഴപ്പമുണ്ടോ, അങ്ങനെയാണെങ്കിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ ഫുഡും അതിൻ്റെ ഒപ്പം വേയും ചിലപ്പോൾ 2-3 നേരമൊക്കെ എടുക്കും. പക്ഷെ ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ ആകെക്കൂടി ഒരു ദിവസം പ്രോട്ടീൻ അച്ചീവ് ചെയ്യുന്നത് വേ പ്രോട്ടീനിലൂടെ മാത്രമാണെങ്കിൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ബോഡിക്ക് ചെറിയ രീതിയിലുള്ള നെഗറ്റീവ്സ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു വളരെ സിംപിളസ്റ്റ് ഫോം ഓഫ് പ്രോട്ടീൻ ആണ്. ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. നിങ്ങൾ ഒരു ഡേയിൽ 100 ഗ്രാം പ്രോട്ടീൻ എത്തിച്ചു, നിങ്ങൾക്ക് വേണ്ടത് 120 ഗ്രാം ആണ്, അല്ലെങ്കിൽ 125 അല്ലെങ്കിൽ 130 ഗ്രാം ആണ് ഒരു ദിവസം വേണ്ടത്. നിങ്ങൾക്ക് ആ എക്സ്ട്രാ 25 അല്ലെങ്കിൽ 30 ഗ്രാം ഇതുപോലുള്ള സപ്ലിമെന്റ്സിൽ നിന്ന് എടുക്കാം. ബാക്കി 100 ഗ്രാം നിങ്ങൾ കഴിക്കേണ്ടത് റിയൽ ഫുഡിൽ നിന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വേണം നിങ്ങൾ സപ്ലിമെന്റ്സിനെ ആശ്രയിക്കാൻ. അതല്ലാതെ നിങ്ങൾ 130 ഗ്രാം പ്രോട്ടീൻ വേണ്ടോടത്ത് 30 ഗ്രാം ഫുഡിൽ നിന്നും ബാക്കി 100 ഗ്രാം പ്രോട്ടീനിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ നോക്കിയാൽ അത് ഒരു നല്ല വേ ആയിട്ട് ഞാൻ പറയത്തില്ല. അപ്പൊ ഇത്രയാണ് കോമൺ ആയിട്ട് വേ പ്രോട്ടീൻ സപ്ലിമെന്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ പോസിറ്റീവായിട്ട് തോന്നിയത്, യെസ് ഞാൻ പറഞ്ഞു, എനിക്ക് ബ്ലോട്ടിങ്, ഗ്യാസ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇത് യൂസ് ചെയ്തപ്പോഴത്തേക്കും തോന്നിയില്ല. പിന്നെ ക്വാളിറ്റിയിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നി. 2500 രൂപയാണ് 1 kg റേറ്റ് വരുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള മിനിമം ക്വാളിറ്റി ഇത് നമുക്ക് തരണം. പിന്നെ ഇത് വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ആണ്. സോ ലാക്ടോസ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ഒട്ടും തന്നെ പറ്റത്തില്ല. ദെൻ ഇതിന്റെ വേറൊരു പോസിറ്റീവ് തോന്നിയത്, ഇതിനകത്ത് സ്കൂപ്പ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള സ്കൂപ്പ് ഹോൾഡർ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് പിന്നീട് സ്കൂപ്പ് അതിനകത്ത് തപ്പേണ്ട ഒരു അവസ്ഥ വരാണ്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പല നല്ല ബ്രാൻഡുകളിലും ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഓപ്പൺ ചെയ്തപ്പോൾ ശ്രദ്ധിച്ച വേറൊരു കാര്യമായിരുന്നു, ഇതിനകത്ത് സ്ക്രാച്ച് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെരിഫിക്കേഷനൊക്കെ വേണ്ടി. ഇഷ്ടംപോലെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റുകളും ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് വേ പ്രോട്ടീനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഈ പ്രൊഡക്റ്റിന് ലിങ്കും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം എന്നുള്ളതൊക്കെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ